ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും A4S PSC ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 14/8/2025 നടന്ന ഡ്രോയിങ് ടീച്ചർ HS അതിലെ ഓൺലൈൻ എക്സാമിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകൻ ആരാണ്? കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകനാണ് ജാഫർ പനാഹി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വ്യോമനറ്റാണ് ശുഭാംശു ശുക്ല. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് PT ഉഷ. PT ഉഷയെ പയ്യോളി എക്സ്പ്രസ് എന്നും അതുപോലെ തന്നെ ഗോൾഡൻ ഗേളും എന്നും അറിയപ്പെടുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ഉഷയുടെ ആദ്യത്തെ അരങ്ങേറ്റം. തുടർന്ന് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിൽസ് ഓട്ടത്തിൽ സെമി ഫൈനലിൽ ഒന്നാമതായി ഓടിയെത്തിയെങ്കിലും ഫൈനൽ ഫോട്ടോ ഫിനിഷിൽ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇന്ത്യൻ അതിർത്തികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ഇസ്രോ അയച്ച ഉപഗ്രഹമാണ് റിസാറ്റ് 1B. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ആഫ്രിക്കൻ ചീറ്റകളെ പുനരധിവസിപ്പിച്ച ദേശീയോദ്യാനമാണ് കുനോ ദേശീയോദ്യാനം. ഈ കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്തത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിന് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്നും അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണ് സുനിൽ ഛേത്രി. ഈ സുനിൽ ഛേത്രി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എക്കാലത്തെ മികച്ച സ്കോററാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതും സുനിൽ ഛേത്രിയാണ്. അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരിൽ ഒരാളാണ് സുനിൽ ഛേത്രി. അടുത്ത ക്വസ്റ്റ്യൻ, വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലം, അതായത് റൂട്ട് ബ്രിഡ്ജ് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയയാണ്. അപ്പോൾ മേഘാലയയിലാണ് വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലം നിർമ്മിച്ചിരിക്കുന്നത്.